മാഡത്തിന്റെ ഭർത്താവിന്റെ ചേട്ടനാ അലക്സ്. ഇവര് തമ്മിൽ ആജന്മ ശത്രുക്കളായിരുന്നല്ലോ. എന്താണാവോ ഇവിടെ? കല്യാണത്തിന് ശേഷം വീട്ടുകാരനെ തിരിഞ്ഞു നോക്കിയിരുന്നല്ലേ കേട്ടുകേൾവി. എന്നാൽ ഇവിടെ വരെ ഒന്ന് വരാനും കാണാനും തോന്നിയില്ലോ. കഴിഞ്ഞ കാര്യങ്ങളൊന്നും സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. വരേണ്ട ഒരാവശ്യം വന്നു. വളച്ചു കിട്ടില്ലാത്ത കാര്യത്തിലേക്ക് കിടക്കാം. എൻ്റെ മോള് ജാൻസിക്ക് കല്യാണാലോചനകൾ വരുന്നുണ്ട്. ഞാൻ അല്പം സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. വീട് ഭാഗം വയ്ക്കലിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജോണിൻ്റെ ഭാഗം എല്ലാവരും കൂടി വീതിച്ചെടുക്കാനുള്ള തീരുമാനമുണ്ട്. അതിൽ ഇനി എതിർപ്പോ കാര്യങ്ങളോ ഉണ്ടാകരുത്. എനിക്ക് പെൺമക്കൾ 3. നിങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. വർഷങ്ങൾക്ക് ശേഷം ഇന്ന് അലക്സേട്ടൻ എന്നെ കാണാൻ വന്നിരുന്നു. സഹായമൊന്നുമില്ലെങ്കിലും ഒന്ന് ഉറക്കെ വിളിച്ചാൽ കേൾക്കുന്ന ദൂരത്ത് സ്വന്തവും ബന്ധവും എന്നൊക്കെ പറയാൻ ആരെങ്കിലും ഉണ്ടല്ലോ എന്നൊരാശ്വാസം ഉണ്ടായിരുന്നു. എനിക്കെന്തോ ഭയങ്കരമായ ഒറ്റപ്പെടൽ തോന്നുന്നു. ജോസിയുടെ കാര്യങ്ങൾ ഒന്നും ശരിയായിട്ടില്ല. എത്തിയാ? ഞാൻ കണ്ടില്ലായിരുന്നു. എന്താ ഫ്രണ്ട്സ് ആരും വന്നില്ലേ? ഫ്രണ്ട്സ് വരണല്ലോ. അകത്തേക്ക് വാ. അമ്മ എവിടെ? അമ്മ അകത്താണെന്നേ. അകത്തേക്ക് വാ. അകത്തേക്ക് വരാൻ. വീട്ടില് നല്ല രീതിയിൽ വളർത്താനേ ഇവന്മാരുടെ അമ്മമാർക്ക് നേരം കാണില്ല. എനിക്കുണ്ട് ഈ പ്രായത്തിലൊരു മോൻ. പിള്ളേരെ വളർത്തേണ്ട പോലെ വളർത്തണം. അമ്മേ, ആ ഇത് എന്റെ കൂടെ വർക്ക് ചെയ്യണേ സൗണ്ട് എഞ്ചിനീയർ. ഏത്? അതാ. പക്ഷെ ഞാൻ കുട്ടി എവിടെയോ ബസ്സിൽ വെച്ചേ. നിങ്ങക്ക് നേരത്തെ പഠിച്ചോണ്ടാ? കണ്ടു കഴിഞ്ഞ ചേച്ചിനെ പോലെയാ, പക്ഷെ അമ്മയാ. സ്വീറ്റ് അല്ലേ? ഹാപ്പി ബർത്ത്ഡേ ആന്റി. ബർത്ത്ഡേയോ? ആരുടെ? ആന്റിയുടെ ബർത്ത്ഡേ അല്ലേ ഇന്ന്? ചുമ്മാ പറ്റിച്ചതമ്മ. എന്റെ ബർത്ത്ഡേ 2 ദിവസം മുമ്പേ കഴിഞ്ഞു. വാ ഇരിക്കേ. അല്ല, നിങ്ങൾ തമ്മിൽ എങ്ങനെ പരിചയപ്പെട്ടെ? അതോ ഏതോ ഒരു മരങ്ങോടൻ ഈ കുട്ടിയെ ഷോപ്പിംഗ് മോളിൽ വെച്ച് കളിയാക്കി. എന്നിട്ട് ഈ കുട്ടി ഓടിക്കേറിയ ബസ്സിൽ ഞാനും ഉണ്ടായിരുന്നു. അങ്ങനെ പരിചയപ്പെട്ടതാ. അവനെ ഇനി എന്റെ കയ്യിൽ കിട്ടട്ടെ ആന്റി. വിടരുത്, അടിച്ച് തൊലി പൊളിക്കണം. അമ്മ എന്താടാ അങ്ങനൊന്നും പറയല്ല. അയാൾ വല്ല പാവമായിരിക്കും. എന്താന്ന്? ഫോൺ അടിക്കണം. നിങ്ങൾ സംസാരിച്ചിരിക്കും. ആയിഷയുടെ ഫോണായിരിക്കും. അതൊന്നും മനസ്സിൽ വെക്കില്ലട്ടാ. ഞാൻ ഒരു തമാശ കാണിച്ചല്ലേ. ഇയാൾ അമ്മയോട് എല്ലാം പറയല്ലേ? ആ മോളുടെ സംഭവം മാത്രം പറഞ്ഞില്ല. എന്നെ ഒന്ന് റേഡിയോ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്യോ പ്ലീസ്? പിന്നെന്താ, അച്ഛനുണ്ടാവോ? ഇല്ല. എന്നാ ഓക്കെ, ഞാനേ ഡ്രസ് ഒന്ന് മാറ്റിട്ട് വരാം. അമ്മേ, സീമ ഇറങ്ങാൻ ഞാൻ ഒന്ന് കൊണ്ടുവിട്ടിട്ട് വരാമേ. ഞങ്ങളുടെ ജോണിന്റെ മരണശേഷം നിങ്ങൾക്ക് കിട്ടിയ കോമ്പൻസേഷനെ കുറിച്ചോ മറ്റു പണത്തെക്കുറിച്ചോ ഒന്നും ഞങ്ങൾ ചോദിച്ചില്ലല്ലോ. അതെല്ലാം നിങ്ങൾ അമ്മയും മോനും കൂടിയല്ലേ കൈകാര്യം ചെയ്ത്? എന്ത് കിട്ടിയെന്ന ചേട്ടൻ പറയണേ? കുറെ ഗവൺമെന്റ് ഓഫീസുകളിൽ കയറി ഇറങ്ങിയത് മിച്ചം. പിന്നെ ഞാൻ പണത്തിന് വേണ്ടിയല്ല കയറി ഇറങ്ങിയത്. എന്റെ ജോണിന്റെ ബോഡിയെങ്കിലും കിട്ടാൻ. ജോണിനെ വെച്ച് വില പറയാനൊന്നും ഞാൻ ഇവിടെ പോയിട്ടില്ല. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഒരു നിവൃത്തിയില്ലാത്തവനാ. എനിക്ക് പെൺമക്കൾ 3. തറവാട്ട് സ്വത്തിൽ ഇനി ഞങ്ങളുടെ ജോണിന്റെ അവകാശം പറഞ്ഞുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് വരരുത്. നാളെ രജിസ്ട്രാർ ഓഫീസിൽ വന്ന് ഡോക്യുമെന്റ് ഒപ്പിട്ട് തരണം. ഈ വീട് മുഴുവനും കടത്തില്ല. ഇവനാണെങ്കിൽ കര പറ്റിയിട്ട് പോലും ഇല്ല. എനിക്കൊന്നും വേണ്ട. ഇവന്റെ കാര്യത്തിന് ഞങ്ങൾക്കൊരു കൈസഹായത്തിന് ആരുണ്ട്? എല്ലാം സ്വയം വരുത്തി വെച്ചല്ലേ. വീട്ടുകാരെയും നാട്ടുകാരെയും ഒക്കെ വെറുപ്പിച്ചിട്ട് എല്ലാം ഇട്ടെറിഞ്ഞ് ഓടിപ്പോന്നല്ലേ. അപ്പ ആലോചിക്കണമായിരുന്നു. പിന്നെ ഇവന്റെ കാര്യത്തിനെന്ന് പറഞ്ഞല്ലോ, പിള്ളച്ചെറുക്കനൊന്നും അല്ലല്ലോ. സ്വയം അധ്വാനിച്ച് ജീവിക്കാൻ പറ. മംഗലാപുരത്ത് നിന്ന് ഞങ്ങളുടെ ജോൺ മരിച്ചു എന്നുള്ള വാർത്തയായിട്ട് വരുമ്പോ ഒരു കൈക്കുഞ്ഞുണ്ടായിരുന്നു നിന്റെ കയ്യിൽ.
അത് ഞങ്ങളുടെ ജോണ്ടെ ആണോ എന്ന് പോലും ചോദിച്ചില്ലല്ലോ. ആർക്കറിയാം? നിർത്തണോ? ഞാൻ ജോൺ വർഗീസിന്റെ മകൻ തന്നെയാ. അത് നിങ്ങളുടെ മുന്നിൽ തെളിയിക്കേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല. നിങ്ങളുടെ വീട്ടിൽ തെണ്ടിക്കറി വന്നില്ലല്ലോ ഞങ്ങള്. അങ്ങനെ എങ്ങാനും വന്നെങ്കിൽ രണ്ടിനെ അടിച്ച് പുറത്താക്കിയനെ. നിർത്തണോ? കിടക്കണോ പുറത്ത്? ഞങ്ങളുടെ കുടുംബത്തിൽ കയറി വന്നിട്ട് ഞങ്ങളോട് തോന്നിയ ദിവസം പറയും. അമ്മ ചുമ്മാ പുറത്തു പോവാൻ. അല്ലെങ്കിൽ ഇനി നീ ഇവിടെ തന്നെയല്ലേ ജീവിക്കാൻ പോകുന്നത്? എന്റെ അപ്പൻ ജോൺ വർഗീസ് ആണെങ്കിൽ ഈ ജോസി കൊച്ചി തന്നെ കാണും. വണ്ടി എടുക്കടാ. നീ ആരോട് അങ്ങനെ സംസാരിച്ചേ? അമ്മ, അയാള് നമ്മുടെ അപ്പച്ചനെ ഒന്നും പറയണ്ട. നിന്റെ അപ്പച്ചന്റെ സ്ഥാനത്തുള്ള ആളെയാ നീ ആട്ടി ഇറക്കിയത്. അയാൾ നമുക്ക് വേണ്ടി എന്താ ചെയ്തിട്ടില്ല? നമ്മൾ കഷ്ടപ്പെട്ടിരുന്ന സമയത്ത് ഒരു ഫോൺ കോൾ, 100 രൂപ എന്തെങ്കിലും തന്നെ സഹായിച്ചിട്ടുണ്ടോ? ഇപ്പൊ സ്വത്തപ്പെട്ട് മേടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. ഈ കുടുംബത്തിന് വേണ്ടി നീ എന്താ ചെയ്തിട്ടുള്ളത്? പറടാ, എന്താ ചെയ്തിട്ടുള്ളതെന്ന്. 100 രൂപ, 1 കിലോ അരി. ഇത്രയും പ്രായമായില്ലേ? എന്തു ഗുണം? നിന്നെ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കാൻ വേണ്ടി 5 ലക്ഷം രൂപ കടം മേടിച്ചു. ഈ വീട് വാങ്ങാൻ 20 ലക്ഷം രൂപ കടത്തിന്റെ കൂട്ടിലുമായി ഞാൻ. പക്ഷെ നീ എപ്പോഴെങ്കിലും എന്റെ വേദന കണ്ടിട്ടുണ്ടോ? ഒന്നും പറയരുതെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ നീ എന്നെ കൊണ്ട് പറയിപ്പിച്ചു. ഓഹോ, അത് ശരി. അപ്പൊ ഇത്രയൊക്കെ മനസ്സിൽ വെച്ചിട്ടല്ലേ മാ? ശരിയാ, ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്നെ എന്തെങ്കിലും ചെയ്യാൻ സമ്മതിച്ചിട്ടുണ്ടോ? എഞ്ചിനീയറിംഗ് വേണ്ടാന്ന് ഞാൻ കാല് പിടിച്ച് പറഞ്ഞതല്ലേ. അപ്പൊ അപ്പച്ചന്റെ ഓർമ്മയ്ക്ക് വേണ്ടി എന്നെ പഠിപ്പിച്ചു. ഞാൻ എന്ത് ചെയ്താലും പേടി. എനിക്ക് ഒരു കാര്യത്തിനും ധൈര്യം തന്നിട്ടില്ല. അല്ലെങ്കിൽ അമ്മമാരെ വളർത്തുന്ന മക്കളുടെ ഗതി ഇത് തന്നെയാ. ഒന്നിനും ഒരു ധൈര്യം ഉണ്ടാവില്ല. എന്റെ അപ്പച്ചനുണ്ടായിരുന്നെങ്കിൽ എനിക്കെല്ലാം ചെയ്യാൻ ധൈര്യം കിട്ടിയാൽ ഞാൻ ലൈഫിൽ സക്സസ്ഫുൾ ആയാനെ. സക്സസ് അല്ലാത്തൊരുത്തര കുടുംബത്തിന് പോലും വേണ്ട. ഞാൻ ചിരിച്ച് കളിച്ച് കോപ്രായം കാണിച്ച് നടക്കുമ്പോ എന്റെ ഉള്ളിൽ സന്തോഷം മാത്രമുള്ള നമ്മുടെ വിചാരം മനസ്സിലാക്കാൻ പറ്റില്ല. ഈ ജന്മത്തമ്മയ്ക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റില്ല. എന്തിനാ ഇത്ര വാശി? ഏയ്, വാശിയൊന്നുമല്ല. 2 ദിവസം ഞാൻ ഇല്ലാതാകുമ്പോ മനസ്സിലാവട്ടെ എന്റെ വില. എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ ഒരു വിലയില്ലാത്തത്. പെറ്റമ്മയെ വിഷമിപ്പിക്കരുത്. ലോകത്തിലെ ഏറ്റവും വലിയ ശാപം കിട്ടുന്ന തെറ്റാ അത്. ജോസി ഇന്ന് വീട്ടിൽ പോണം. ആദ്യത്തെ ശമ്പളം കിട്ടിയതല്ലേ. 2 ദിവസം കഴിയട്ടെ. ഇന്നൊരു പാർട്ടിയുണ്ട്. നാളെ നീളെ. ഹലോ, അതെ, പത്മയാണ്.